ജർമ്മനിയുടെ പൊതുജനാരോഗ്യ രംഗത്ത് അതീവ ഗൗരവമായ ആശങ്കകൾ ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ ലൈംഗികമായി പകരുന്ന രോഗമായ സിഫിലിസ് അണുബാധകളുടെ എണ്ണം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയിരിക്കുന്നു. 2024 റോബർട്ട് കോച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് ചെയ്ത 9519 കേസുകൾ ജർമ്മൻ ആരോഗ്യ സംവിധാനത്തിന് ഒരു വലിയ വെല്ലുവിളിയാണ്. ഈ കണക്ക് ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, അതായത് 2000-ൽ രേഖപ്പെടുത്തിയ 1697 കേസുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ രോഗവ്യാപനത്തിലുണ്ടായ ഞെട്ടിക്കുന്ന വർധനവ് വ്യക്തമാക്കുന്നുണ്ട്. ട്രിപ്പോണിമ പല്ലിഡം എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഈ രോഗത്തിന്റെ വ്യാപനത്തിലെ ഈ കുതിച്ചുയർച്ച പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ലൈംഗിക ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെക്കുറിച്ചുമുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സിഫിലിസ് കേസുകളുടെ വർധനവ് ഒറ്റപ്പെട്ട ഒരു പ്രതിഭാസമല്ല, മറിച്ച് കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി തുടരുന്ന ഒരു ട്രെൻഡാണിത്. 2004-ൽ 3364 കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം രോഗവ്യാപന നിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു. സെപ്റ്റംബർ 25-ന് പുറത്തിറങ്ങിയ RKIയുടെ എപ്പിഡെമിയോളജിസ്റ്റ് ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത് 2023-നെ അപേക്ഷിച്ച് 2024-ൽ 3.9% വാർഷിക വർധനവ് രേഖപ്പെടുത്തിയെന്നാണ്. ഈ സ്ഥിരമായ വർധനവ് പൊതുജനാരോഗ്യ സംവിധാനത്തിന് രോഗം നിയന്ത്രിക്കുന്നതിൽ സംഭവിച്ച ഘടനാപരമായ വീഴ്ചയാണ് സൂചിപ്പിക്കുന്നത്. രോഗം ബാധിച്ചവരുടെ ശരാശരി പ്രായം ഏകദേശം 41 വയസ്സാണ്. ഇത് സിഫിലിസ് പ്രധാനമായും യുവാക്കളെ മാത്രമല്ല, ലൈംഗികമായി സജീവമായ മധ്യവയസ്കരെയും ബാധിക്കുന്നുവെന്ന് കണക്കാക്കുന്നു. മാത്രമല്ല, സിഫിലിസ് അണുബാധ ഭേദമായ ശേഷവും വീണ്ടും രോഗം വരാനുള്ള സാധ്യത നിലനിൽക്കുന്നത് ആരോഗ്യ വിദഗ്ധരെ ആശങ്കപ്പെടുത്തുന്നു. ഇത് നിലവിലെ പ്രതിരോധ ബോധവൽക്കരണ ശ്രമങ്ങൾ രോഗബാധിതരായ വ്യക്തികളിൽ പോലും കാര്യക്ഷമമല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ജർമ്മനിയിലെ സിഫിലിസ് വ്യാപനത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയാവുന്നത് സ്വവർഗാനുരാഗികളായ പുരുഷന്മാരും ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റിയാണ്. നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സിഫിലിസ് കേസുകളിൽ 3/4 ഈ സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1990-കളുടെ അവസാനം മുതൽ മൊത്തത്തിലുള്ള കേസുകളുടെ വർധനവിന് പ്രധാന കാരണം ഈ വിഭാഗത്തിലെ പകർച്ചവ്യാധികളാണ്. 1997-ൽ ഹാംബർഗിലാണ് ആദ്യത്തെ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയത്. 2003 ആയപ്പോഴേക്കും പുരുഷന്മാരിലെ രോഗികളുടെ എണ്ണം സ്ത്രീകളെക്കാൾ 10 ഇരട്ടി വർദ്ധിച്ചു. ഈ അസന്തുലിതമായ വ്യാപനത്തിന്റെ സ്ഥിതിവിവര കണക്കുകൾ കൂടുതൽ ആശങ്കാജനകവുമാണ്. മൊത്തം കേസുകളുടെ വെറും 7.6% മാത്രമാണ് സ്ത്രീകൾക്കിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഭിന്നലിംഗ വഴിയുള്ള വ്യാപനം മുൻ വർഷത്തേക്കാൾ നേരിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും രോഗവ്യാപനത്തിന്റെ ഭാരം കൂടുതലും പുരുഷന്മാരിലാണ്. സഹ അണുബാധകളുടെ ഭീഷണി സമൂഹത്തിന്റെ സിഫിലിസ് ബാധിതരെ സംബന്ധിച്ച ഡാറ്റ സൂചിപ്പിക്കുന്നത് ഈ രോഗം ബാധിച്ചവരിൽ പകുതിയോളം പേർക്ക് HIV പോസിറ്റീവ് ആണെന്നാണ്. കൂടാതെ പലരിലും ഹെപ്പറ്റൈറ്റിസ് സിയുടെ സഹ അണുബാധകളും കണ്ടുവരുന്നുണ്ട്. സിഫിലിസ് HIV അണുബാധയുടെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നതിനാൽ ഈ സഹ അണുബാധകളുടെ ഉയർന്ന നിരക്ക് ആരോഗ്യരംഗത്ത് ഒരു സങ്കീർണമായ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ഒരേ സമയം പല രോഗങ്ങൾ ചികിത്സിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ട അടിയന്തര സാഹചര്യം ഉണ്ടാക്കുന്നു. സിഫിലിസ് പോലുള്ള ലൈംഗികമായി പകരുന്ന അണുബാധകളുടെ വ്യാപനം വർദ്ധിക്കുന്നതിന് പിന്നിൽ ആധുനിക സാമൂഹിക മാറ്റങ്ങൾ ഒരു പ്രധാന ഘടകമാണ്. റിപ്പോർട്ട് വിലയിരുത്തുന്നത് പോലെ സോഷ്യൽ മീഡിയ, ജിയോസ്പെഷ്യൽ ഡേറ്റിംഗ് ആപ്പുകൾ എന്നിവയുടെ ഉപയോഗം ലൈംഗിക പങ്കാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു. ഈ ആപ്ലിക്കേഷനുകൾ പുതിയതും അജ്ഞാതവുമായ പങ്കാളികളുമായുള്ള ലൈംഗിക ബന്ധങ്ങൾ എളുപ്പമാക്കുകയും അതുവഴി രോഗം പകരുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കമ്മ്യൂണിറ്റിയിലെ ലൈംഗിക സ്വാതന്ത്ര്യവും ലൈംഗിക പങ്കാളികളെ വേഗത്തിൽ കണ്ടെത്തുന്നതിനുള്ള സൗകര്യവും സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയുമായി ചേരുമ്പോൾ ഒരു പകർച്ചവ്യാധിക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. കൂടാതെ രോഗവ്യാപനം നഗരകേന്ദ്രങ്ങളിലാണ് ഏറ്റവും ഉയർന്ന നിരക്കിൽ രേഖപ്പെടുത്തിയത്. ബെർലിൻ, ഹാംബർഗ്, കൊളോൺ, ഫ്രാങ്ക്ഫർട്ട്, മ്യൂണിക് തുടങ്ങിയ സ്ഥലങ്ങളിൽ. ഈ നഗരങ്ങൾ ഉയർന്ന സാമൂഹിക ഇടപഴകലും വലിയ സമൂഹവും ഡേറ്റിംഗ് ആപ്പുകളുടെ വിപുലമായ ഉപയോഗവുമുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായി ലക്ഷ്യമിട്ടുള്ള പ്രതിരോധ പരിപാടികൾക്ക് ഈ മേഖലകളിൽ മുൻഗണന നൽകേണ്ടതുണ്ട്. സിഫിലിസ് കേസുകളിലെ ഈ അഭൂതപൂർവമായ വർധനവ് ജർമ്മനിയിലെ ലൈംഗിക ആരോഗ്യ വിദ്യാഭ്യാസത്തിനും പ്രതിരോധ മാർഗങ്ങളിലും അടിയന്തരമായ ഇടപെടലുകൾ ആവശ്യമാണെന്ന് അടിവരയിടുന്നുണ്ട്. ലൈംഗിക രോഗങ്ങൾ തടയുന്നതിൽ നിലവിലെ പൊതുജനാരോഗ്യ സംവിധാനം പരാജയപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം ഈ കണക്കുകൾ ഉയർത്തുന്നുമുണ്ട്. ലൈംഗിക വിദ്യാഭ്യാസം കൂടുതൽ സമഗ്രവും ലൈംഗിക രോഗങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്നതുമായിരിക്കണം. കൂടാതെ ഉയർന്ന അപകട സാധ്യതയുള്ള കമ്മ്യൂണിറ്റികളെ കേന്ദ്രീകരിച്ചുള്ള ലക്ഷ്യമിട്ട പ്രതിരോധ ക്യാമ്പയിനുകൾ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിൽ വന്ന വീഴ്ച, ഒറ്റയടിക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള പൊതുവായ സന്ദേശങ്ങൾ പ്രത്യേക സമൂഹങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടേക്കാം. ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരമായി ചെയ്യാൻ സാധിക്കുന്നത് പരിശോധനകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. രോഗം നേരത്തെ കണ്ടെത്താനും ചികിത്സിക്കാനും കഴിയുന്ന പതിവായ രോഗനിർണയ പരിശോധനകൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും ഒന്നിലധികം ലൈംഗിക പങ്കാളികളുള്ള വ്യക്തികൾക്ക് നിർബന്ധിത വാർഷിക പരിശോധനകൾ പരിഗണിക്കാവുന്നതാണ്. കൂടാതെ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നവരിലും സമൂഹങ്ങളിലും സുരക്ഷിതമായ
ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്ന സവിശേഷമായ ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങണം. കോണ്ടം ഉപയോഗത്തിന്റെ പ്രാധാന്യം, സിഫിലിസിന്റെ ലക്ഷണങ്ങൾ, നേരത്തെയുള്ള രോഗനിർണയത്തിന്റെ പ്രാധാന്യം എന്നിവയിൽ ഊന്നൽ നൽകണം. സിഫിലിസ് പോലുള്ള രോഗങ്ങൾ ചികിത്സിക്കുന്നതിനും കൗൺസിലിംഗ് നൽകുന്നതിനും ആവശ്യമായ ആരോഗ്യ കേന്ദ്രങ്ങൾ എല്ലാ നഗരങ്ങളിലും എളുപ്പത്തിൽ ലഭ്യമാക്കണം. ലൈംഗികാരോഗ്യ ക്ലിനിക്കുകൾക്ക് കൂടുതൽ ഫണ്ടിംഗ് നൽകണം. സിഫിലിസ് ചികിത്സിക്കുമ്പോൾ രോഗികൾക്ക് HIV, ഹെപ്പറ്റൈറ്റിസ് C തുടങ്ങിയ അണുബാധ ഉണ്ടോ എന്നും പരിശോധിക്കുകയും അതിനുള്ള ചികിത്സ നൽകുകയും വേണം. ജർമ്മനിയിലെ സിഫിലിസ് കേസുകളിലെ വർധനവ് കേവലം ഒരു ആരോഗ്യ പ്രശ്നം മാത്രമല്ല, സാമൂഹികവും സാംസ്കാരികവുമായ ഇടപെടലുകൾ ആവശ്യമുള്ള ഒരു പൊതുജനാരോഗ്യ പ്രതിസന്ധിയാണ്. 9519 എന്ന റെക്കോർഡ് എണ്ണം ലൈംഗികാരോഗ്യ വിദ്യാഭ്യാസത്തിലും പ്രതിരോധ മാർഗങ്ങളിലും ജർമ്മനി കൂടുതൽ നിക്ഷേപം നടത്തേണ്ടതിന്റെ അടിയന്തരാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഈ ട്രെൻഡ് തുടരാതിരിക്കണമെങ്കിൽ ഉയർന്ന അപകട സാധ്യതയുള്ള കമ്മ്യൂണിറ്റികളെ കേന്ദ്രീകരിച്ചുള്ള വ്യക്തമായതും ലക്ഷ്യബോധമുള്ളതുമായ പ്രതിരോധ തന്ത്രങ്ങൾ നടപ്പിലാക്കണം. സിഫിലിസ് ഒരു ചികിത്സിച്ചു മാറ്റാവുന്ന രോഗമാണെങ്കിലും ചികിത്സിക്കാതെ വിട്ടാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. അതിനാൽ പൊതുജനാരോഗ്യ സംവിധാനം ഈ വെല്ലുവിളിയെ ഗൗരവത്തോടെ കാണുകയും സിഫിലിസിന്റെ വ്യാപനം തടയുന്നതിൽ ഉടനടി നടപടിയെടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ജർമ്മനിയുടെ പൊതുജനാരോഗ്യ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധിക്ക് ഉടനടി പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ്.